നമസ്കാരം സുഹൃത്തുക്കളെ. हम तब तक है ना जब तक सिस्टम सुधरेगा, हम तो तब तक प्रोटेस्ट करेंगे जब तक सिस्टम सुधरेगा। हम तो यही कर रहे हैं, हम कहाँ कुछ और कर रहे हैं। यानी जब तक सिस्टम सुधर नहीं जाएगा आप लोग प्रोटेस्ट करेंगे। तो आज की मांग है कि आज क्या चाहिए? आज की बड़ी मांग है कि धर्मेंद्र प्रधान जी इस्तीफा दें। लेकिन ये सरकार तो पहले कह चुकी है कि सरकार में इस्तीफे नहीं होते, तो क्या पता बदल जाए सरकार अब सरकार कुछ भी कहेगी, हमारा हम ये थोड़ी कि हम अंधा मानने लग जाए। हमारी डिमांड ये है कि इस्तीफा दें तो हम തെറ്റിദ്ധരിക്കേണ്ട, ഡൽഹിയിൽ ചുംബന സമരമൊന്നും അല്ല നടക്കുന്നത്. ഇത്തരം ചില കാഴ്ചകൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. പക്ഷേ ഇത് പാറ്റ പാർട്ടി അഥവാ കോക്രോച്ച് പാർട്ടി എന്ന പാർട്ടി 4-5 ദിവസമായിട്ട് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധ സമരങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ നേരത്തെ അവകാശപ്പെട്ടതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ 2.5 കോടി ആളുകൾ ഫോളോവേഴ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 2500 പേരെ പോലും അണിനിർത്താൻ അവർക്ക് പറ്റിയില്ല. അമേരിക്കയിൽ നിന്ന് വന്ന അവരുടെ നേതാവിനെയാണെങ്കിൽ അയാൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് അയാൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടായില്ല. തലേ ദിവസം ചെന്ന് ഈ സമരം ചെയ്യാൻ വേണ്ടി വേദി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവ് കിട്ടില്ല എന്നായിരുന്നു, അനുമതി കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് അയാൾക്ക് അതിന് അനുമതി കിട്ടുകയും ചെയ്തു. അങ്ങനെ അനുമതി കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ പേരിൽ ഇരവാദം മുഴക്കാം, ആ വഴി ഒരു പ്രശ്നവും അറസ്റ്റും ഒക്കെ വരിക്കാം എന്ന ആ സ്വപ്നം കണ്ടുകൊണ്ട് വന്നു. ഇതൊന്നും നടന്നില്ല. ഒടുവിൽ അവർ ഈ കൊട്ടിക്കൊഴിച്ച് പ്രതിഷേധ സമരം അങ്ങ് തുടങ്ങി വെച്ചു. ഇപ്പോൾ 4-5 ദിവസമായി. തുടക്കത്തിൽ കേരളത്തിലെ മാപ്രകളൊക്കെ അതിൽ കുറച്ച് ശ്രദ്ധ കൊടുത്തിരുന്നു. ചിലതൊക്കെ അവിടെ അട്ടിപ്പറായിട്ട് പോയി കിടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ പങ്കാളിത്തം വളരെ തീരെ കുറയുന്നു. ചില ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല സമരം നടത്തുന്ന ആ നേതൃത്വത്തിനെതിരെ തന്നെ ചില എതിർസ്വരങ്ങൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നു. ഇതിനകം തന്നെ SFIയും DYFI ഒക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ സമരത്തിൻ്റെ മുഖമായിട്ട് ഈ അഭിഷേക് ദീപ് എന്ന് പറഞ്ഞ ഈ ഒരുത്തരെ മാത്രം മുൻനിർത്തിയോണ്ട് കാര്യമില്ല, വേറെ 4 പേര് തിരിച്ചറിയുന്ന നേതാക്കൾ കൂടി വേണം, എങ്കിലേ ആ സമരത്തിന് ഒരു അർത്ഥമുള്ളൂ എന്ന തലത്തിൽ അവർ തന്നെ ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ് എന്ന് കണ്ടപ്പോൾ ഈ ആളുകളെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു സൈക്കോളജിക്കൽ പരിപാടിയാണോ ഈ നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുമ്പ് നമ്മൾ കേരളത്തിൽ ഈ ചുംബന സമരവും മറ്റുമൊക്കെ നടത്തിയ സമയത്ത് ഇത്തരം വേഷധാരികളെ കണ്ടിട്ടുണ്ട്. അത്തരം ആളുകളെ അവിടെ ഇറക്കിയിരിക്കുകയാണ്. അവരെ കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരണം നടത്തുന്നു. അവരുടെ വേഷവിധാനങ്ങളൊക്കെ കാണുക. കൂടാതെ ഈ പശുവിന് മൂക്കേറിടുമ്പോലുള്ള ചില സംഗതികളൊക്കെ അവർ മൂക്കിലും ഇട്ടിട്ടുണ്ട്. പൊതുവെ ഇപ്പോഴത്തെ രീതിയിൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയപ്പെടുന്ന ചില പ്രത്യേക കൂട്ടർ, ആന്തോളൻ ജീവി എന്നോ മറ്റെന്തെങ്കിലുമൊക്കെ പറയാവുന്ന ഒരു കൂട്ടറിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇതെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ സമരം ഇനി ഏത് രീതിയിൽ പോകുമെന്ന കാര്യം ഇത് കാണുന്ന ഏതൊരു സാധാരണക്കാരനും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ കൂടിയും കുറച്ച് ദിവസത്തേക്കെങ്കിലും കുറച്ച് ആളുകളെ എങ്ങനെയെങ്കിലും കൂട്ടാൻ പറ്റുമോ എന്ന് അവർ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതാണ്. ഈ വേഷത്തോടെ നിൽക്കുന്ന പാറ്റ കുഞ്ഞിനെയൊക്കെ പിടിച്ച്, പാറ്റ കുഞ്ഞ് എന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല, പാറ്റ അമ്മച്ചിയൊക്കെ പിടിച്ച് നിർത്തി ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നത്. ഇത് കാണുമ്പോഴെങ്കിലും SFIക്കാരോ DYFIക്കാരോ ഒക്കെ ഇതിൻ്റെ കൂടെ ഇത് കാണാനെങ്കിലും വരട്ടെ എന്നായിരിക്കും ഒരുപക്ഷെ അവർ വിചാരിക്കുന്നത്. പക്ഷേ വ്യാപകമായ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുകയാണ് ഇവർ. ഇവരുടെ ഒന്നാമത്തെ ട്രോൾ കിട്ടാനുള്ള കാരണം തന്നെ എന്താണ് അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്നതിനെപ്പറ്റി അവരുടെ നേതാവിനോ അവരുടെ അണികൾക്കോ പോലും ഇതുവരെ യാതൊരു വ്യക്തതയില്ല. ഓരോ ദിവസവും അവരുടെ ലക്ഷ്യം അവർ മാറ്റി മാറ്റി പറയുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ BJP വിരുദ്ധത അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധത എന്നത് മാത്രമായി അവരുടെ മുദ്രാവാക്യങ്ങൾ മാറുന്നു. അതിനിടയ്ക്ക് ആസാദി മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേൾക്കുന്നു. അങ്ങനെ യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത ഏതോ കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ മാത്രമായിട്ട് അത് മാറുന്നു. ഏറ്റവും ഒടുവിൽ ആ കൂട്ടായ്മ പോലും തകർന്ന് അതിൽ ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് ദിവസമെങ്കിലും 10 പേരുടെ എണ്ണം കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ സാധാരണ സമരക്കാരൊന്നും പ്രയോഗിക്കാത്ത തരത്തിലുള്ള തന്ത്രം വരെ അവർ കാണിച്ചു കൂട്ടുന്ന ഒരു ദയനീയ കാഴ്ചയിലേക്കാണ് പാറ്റ കൂട്ടങ്ങൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്.